വെൽക്കം ടു മൈ ചാനൽ. ലെറ്റ് us ലേൺ ഇംഗ്ലീഷ്. മാതൃഭാഷയോടൊപ്പം ഇംഗ്ലീഷും. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ചർച്ച ചെയ്തത് മലയാളം വാചകത്തിൻ്റെ ഘടനയും ഇംഗ്ലീഷ് വാചകത്തിൻ്റെ ഘടനയും തമ്മിലുള്ള വ്യത്യാസത്തെക്കുറിച്ചാണ്. അതായത് മലയാളത്തിൽ കർത്താവ്, കർമ്മം, ക്രിയ, കർത്താവിന് ശേഷം കർമ്മവും അതിനുശേഷം ക്രിയയും വരുന്നു. എന്നാൽ ഇംഗ്ലീഷിൽ സബ്ജക്റ്റിന് ശേഷം വെർബ്, അതിനുശേഷം ഓബ്ജക്റ്റ്, സബ്ജക്റ്റ് പ്ലസ് വെർബ് പ്ലസ് ഓബ്ജക്റ്റ് പ്ലസ് ടൈം. ഇതാണ് ഇംഗ്ലീഷിൻ്റെ സ്ട്രക്ചർ. എന്നാൽ മറ്റു ഭാഷകളിൽ നിന്നും വ്യത്യസ്തമായി ഇംഗ്ലീഷ് ഭാഷയ്ക്ക് മാത്രമായുള്ള ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ചില പ്രത്യേക വാക്കുകൾ കൂടി കൂട്ടി യോജിപ്പിക്കുമ്പോഴാണ് ഇംഗ്ലീഷ് ഭാഷ പൂർണ്ണമായ ഒരു ഘടനയിലേക്ക് എത്തുന്നത്. അപ്പോൾ അതെന്താണ് എന്ന് നമുക്ക് പരിശോധിക്കാം. മലയാളത്തിൽ അതിനെ സഹായക ക്രിയ എന്നും ഇംഗ്ലീഷിൽ അതിനെ ഓക്സിലറി വെർബ് എന്നും പറയുന്നു. എന്നാൽ ഈ വാക്കുകൾക്ക് പ്രത്യേകമായ ഒരു അർത്ഥവും ഇവിടെ കൽപ്പിക്കുന്നില്ല. അത് ഒരു വാചകത്തിൻ്റെ ഘടനയുടെ ഭാഗമായി മാത്രം നിലകൊള്ളുന്നു. അതായത് ഇംഗ്ലീഷിലെ ഒരു വാചകത്തിൻ്റെ ഘടന എന്ന് പറയുന്നത് സബ്ജക്റ്റ് പ്ലസ് ഓക്സിലറി പ്ലസ് വെർബ് പ്ലസ് ഓബ്ജക്റ്റ് പ്ലസ് ടൈം, ഈ കൃത്യമായ ഓർഡറിൽ വരുമ്പോഴാണ് അത് പൂർണ്ണമായ ഒരു അർത്ഥത്തിലേക്ക് എത്തുകയുള്ളൂ. 24 ഓക്സിലറി വെർബുകളാണ് നമുക്ക് ഉള്ളത്. എന്നാൽ പ്രധാനമായും അതായത് ടെൻസുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് നമുക്ക് പഠിക്കേണ്ടത് 15 ഓക്സിലറി വെർബുകളാണ്. അവയെ നമുക്ക് പരിചയപ്പെടാം. അവ ഡു, ഡസ്, ഡിഡ്, ഈസ്, ആം, ആർ, വാസ്, വെയർ, ഹാസ്, ഹാവ്, ഹാഡ്, വില്ല്, ഷാല്, ഷുഡ്, വുഡ് ഇവയാണവ. ഇനി ഈ വാക്കുകൾ ഒരു സെൻറ്റൻസിൽ കൃത്യമായി കൂട്ടിയോജിപ്പിക്കുക എന്നതാണ് അടുത്ത ഘട്ടം. അതിന് നമ്മൾ സെൻറ്റൻസിലെ സബ്ജക്റ്റിനെ കുറിച്ച് നമ്മൾ അറിഞ്ഞിരിക്കണം. ഒരു ക്രിയ ആരാണോ ചെയ്യുന്നത് ആ ചെയ്യുന്ന ആളെയാണ് സബ്ജക്റ്റ് എന്ന് പറയുന്നത്. ഒരു സബ്ജക്റ്റിനോടൊപ്പം ഓക്സിലറി വെർബ് ചേർക്കുമ്പോൾ പ്രധാനമായും ശ്രദ്ധിക്കേണ്ടത് സബ്ജക്റ്റ് എന്ന് പറയുന്നത് ഒന്നോ ഒന്നിലധികമോ ആളുകൾ ഉണ്ടാവാം എന്നതും സബ്ജക്റ്റ് ഒരു ക്രിയ എപ്പോൾ ചെയ്യുന്നു എന്നതിൻ്റെ അടിസ്ഥാനത്തിലുമാണ്. അതിനെക്കുറിച്ച് നമുക്ക് അടുത്ത ക്ലാസ്സിൽ ചർച്ച ചെയ്യാം. എൻ്റെ ഈ ചാനൽ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും കമൻറ്റ് ചെയ്യുകയും ചെയ്യുക. നമുക്ക് വീണ്ടും അടുത്ത ക്ലാസ്സിൽ കാണാം. അതുവരെ ബൈ ബൈ.